ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. സാധാരണ നമ്മളെപ്പോഴും പ്രോൺസ് കറി ഫ്രൈ ഒക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് പ്രോൺസ് ഒന്ന് റോസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ചെറിയുള്ളിയും തേങ്ങാപ്പാലുമാണ് ഇതിലെ താരം. അപ്പോൾ അത് രണ്ടും വേണം. അത് വെച്ചുണ്ടാക്കിയ നല്ല അടിപൊളി പ്രോൺസ് റോസ്റ്റ് റെഡിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം 1/2 കിലോ പ്രോൺസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ജംബോ പ്രോൺസ് ഉണ്ടല്ലോ, വലിയ പ്രോൺസാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾ പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇത്രയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിത് തലേന്ന് രാത്രിയിൽ അങ്ങ് മാരിനേറ്റ് ചെയ്ത് വെക്കുവേ. എന്നിട്ട് പിന്നെ വെളുപ്പിനെ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയിട്ട് ഈ പ്രോൺസ് എല്ലാം കൂടെ നിരത്തി വെച്ച് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കങ്ങ് ഭയങ്കരമായിട്ട് ഇതങ്ങ് മൂത്ത് മുരിഞ്ഞു പോകണ്ട. അപ്പോൾ നമ്മുടെ ഈ പ്രോൺസ് അങ്ങ് ഭയങ്കര കട്ടിയായിപ്പോൾ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയൊരു സവാളയുള്ളി എടുത്തു, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് വേണം കേട്ടോ, അതാണ് ടേസ്റ്റ്. ചെറിയുള്ളി ഞാൻ 10 എണ്ണം പറഞ്ഞത്, 10 വലിയ ഉള്ളിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ചെറിയ ഉള്ളിയാണെങ്കിൽ, അതായത് സൈസ് കുറവാണെങ്കിൽ ഒരു 20 ചെറിയ ഉള്ളി വരെ എടുക്കാം. അപ്പോൾ ഈ ചെറിയുള്ളി ഇടുമ്പോഴാണ് ഇതിന് നല്ലൊരു രുചി വരുന്നത്, അതുകൊണ്ടാണ് ചെറിയുള്ളി കൂടുതൽ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. അതായത് മസാലയൊക്കെ ഇതിലൊന്ന് റെഡിയായിട്ട് പിടിക്കണം. അപ്പോൾ ആ പിടിച്ച സമയം നമ്മളിപ്പോൾ അതിനകത്തൊന്ന് പ്രോൺസ് അങ്ങ് മാറ്റി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചു. ഇനി നമ്മൾ ആ പ്രോൺസ് ഫ്രൈ ചെയ്ത അതേ പാത്രത്തിൽ തന്നെ ഞാൻ വീണ്ടും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം അതിലേക്കിട്ട് ഒന്ന് വഴട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പച്ചമുളക് മാത്രം ഇപ്പോൾ ചേർക്കില്ല കേട്ടോ, തേങ്ങാക്കൊത്തെല്ലാം ഇക്കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ ഉള്ളി ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായി കഴിഞ്ഞിട്ട് ഞാൻ ഈ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതൊരിത്തിരി ഇതായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴട്ടി കൊടുക്കുക. ഇത് അതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ഉപ്പ് നോക്കിയിട്ടേ ചേർക്കാവൂ, കാരണം നമ്മൾ ഓൾറെഡി പ്രോൺസിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങി. അപ്പോൾ ഈ ഒരു കളറ് മാറുന്ന ഈ ഒരു സമയത്ത് നമ്മൾ പച്ചമുളക് കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയും ഞാൻ പറഞ്ഞില്ലേ, സവാള അങ്ങ് ഭയങ്കര കളറ് മാറുമൊന്നും വേണ്ട, ഒരു ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനത് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, മറ്റേ മുളക് പൊടിയല്ല. എരിവ് കൂടുതൽ വേണ്ടവർക്ക് വേണേൽ കുറച്ചുകൂടെ ചേർക്കാം. പക്ഷെ നമ്മളിതിൽ ഇനി കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ എരിവും വരും. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ മുളക് പൊടിയുടെയും നമ്മുടെ പച്ചമുളകിൻ്റെയും ഇത് മാറ്റിക്കോണേ. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കട്ടിപ്പാലൊന്നും അല്ല എടുത്തിരിക്കുന്നത്, നമ്മൾ തേങ്ങ മിക്സിയിൽ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുത്ത് പിഴിഞ്ഞതാണ്. അപ്പോൾ ആ തേങ്ങാപ്പാലും ഇട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞ് നമ്മൾ ആദ്യം ഷാലോ ഫ്രൈ ചെയ്ത ആ പ്രോൺസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്കിട്ട് ഇളക്കി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വേവിക്കണം. അപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ കൂടെ ഉണ്ടല്ലോ, ഈ പ്രോൺസിൽ പിടിച്ച് നല്ലൊരു മണവും നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന്, ആ തേങ്ങാപ്പാലിൻ്റെ ആ ഗ്രേവിയിൽ കിടന്ന് വെന്ത് കഴിയുമ്പം. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ ഇത്രയും മതി, നമ്മുടെ കറി റെഡിയായി. ഇനിയിപ്പോൾ അവസാനം ഇതിലേക്ക് ഞാനൊരിത്തിരി കുരുമുളക് പൊടി, ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് റോസ്റ്റ് റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ, ലവ് യു ഓൾ.